ഇംഗ്ലണ്ടിന്റെ ഗ്രാമാന്തരങ്ങളിൽ നടന്ന ഒരു യാദൃശ്ചികമായ കണ്ടുപിടുത്തത്തിന്റെ കഥയുണ്ട് പെൻസിലിന്റെ പിറവിക്ക് പിന്നിൽ. 16-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇംഗ്ലണ്ടിലെ ബോറോഡേൽ താഴ്വരയിൽ കറുത്ത നിറമുള്ള ഒരു അസാധാരണ വസ്തു കണ്ടെത്തി. കൽക്കരിയോട് സാമ്യം തോന്നുമെങ്കിലും കത്തിപ്പിടിക്കാത്ത ഒരു വസ്തു. വെറുതെ വരച്ചു നോക്കി. പ്രത്യക്ഷപ്പെട്ടത് തിളങ്ങുന്ന കറുത്ത വര. മായ്ച്ചപാടെ അത് മാഞ്ഞു പോവുകയും ചെയ്തു. വഴുവഴുപ്പുള്ളതിനാൽ സൗകര്യാർത്ഥം പലരും അതിന്റെ കട്ടകൾ ഉപയോഗിച്ചിരുന്നത് ചെമ്മരിയാട്ടിൻ തോലിൽ പൊതിഞ്ഞും ചെറിയ ദണ്ടുകൾ വള്ളികൊണ്ട് ചുറ്റിക്കെട്ടിയുമൊക്കെയായിരുന്നു. തടികൊണ്ടുള്ള ആവരണം എന്ന ആശയം ആരുടേതായിരുന്നു എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല. ഒടുവിൽ 1779 സ്വീഡിഷ് രസതന്ത്രജ്ഞനായ കാൾ ഡബ്ല്യു ഷേല അവിശ്വസനീയമായ ഒരു കണ്ടുപിടുത്തം നടത്തി. കറുത്തീയം യഥാർത്ഥ ഈയമല്ലെന്നും ശുദ്ധമായ കാർബൺ ആണെന്നുമായിരുന്നു കണ്ടെത്തൽ. 10 വർഷത്തിനു ശേഷം ജർമ്മൻ ശാസ്ത്രജ്ഞനായ എബ്രഹാം ജി വെർണർ ആണ് ഇതിന് ഗ്രാഫൈറ്റ് എന്ന പേരിടുന്നത്. നിരന്തര പരീക്ഷണങ്ങൾക്കൊടുവിൽ ഗ്രാഫൈറ്റ് പൊടിയും കളിമണ്ണും കൂട്ടിക്കലർത്തിയ മിശ്രിതം ചൂളയിൽ ചുട്ടെടുത്ത ദണ്ടുകളുടെ രൂപത്തിലാക്കുന്ന പ്രക്രിയ വിജയം കണ്ടു. ഇതോടെ പെൻസിൽ നിർമ്മാണം വലിയ ബിസിനസ്സിലേക്ക് വളരാൻ തുടങ്ങി. ഒപ്പം പെൻസിൽ നിർമ്മിക്കുന്നവർ ഗ്രാഫൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. പല രാജ്യങ്ങളിലും ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയതോടെ ജർമ്മനിയിലും ഐക്യനാടുകളിലും പെൻസിൽ ഫാക്ടറികൾ തുറന്നു. ഉൽപാദനം വൻതോതിലായതോടെ പെൻസിലിന് വില കുറഞ്ഞു. 20-ാം നൂറ്റാണ്ടോടെയാണ് പെൻസിൽ ഏറെ പ്രചാരം നേടുന്നത്. സ്കൂൾ കുട്ടികൾ മുതൽ കലാകാരന്മാർ വരെ കീശയിൽ കരുതുന്ന ഒരു ഉപകരണമായി പെൻസിൽ മാറി. ഒരു സാധാരണ പെൻസിൽ ഉപയോഗിച്ച് 56 കിലോമീറ്റർ നീളത്തിൽ വരയ്ക്കാനോ 45,000 വാക്കുകൾ എഴുതാനോ കഴിയും. ഭൂമിയിൽ മനുഷ്യവാസം ഉള്ളിടത്തോളം കാലഹരണപ്പെടാൻ ഇടയില്ലാത്ത ഒന്നാണ് പെൻസിൽ. എല്ലാറ്റിനുമപ്പുറം ഏതൊരു തെറ്റും മായ്ച്ച മുന്നോട്ടു പോകാനുള്ളതേയുള്ളൂവെന്ന് പെൻസിൽ ഓർമ്മപ്പെടുത്തുന്നു. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകൾക്ക് മുതൽ വരകൾ കൊണ്ട് കലാസൃഷ്ടികളുടെ മായാലോകം തീർക്കുന്ന ചിത്രകാരന്മാർക്ക് വരെ പെൻസിൽ പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ടാണ്. മനസ്സിൽ വിരിയുന്നവ ഒരു മാത്ര കൊണ്ട് വരച്ചിടാനും അവ യഥേഷ്ടം മായ്ച്ചു കളയുവാനും പെൻസിൽ നൽകുന്ന സ്വാതന്ത്ര്യത്തിനുമേൽ ഒരു കലാകാരന് മറ്റെന്തുണ്ട്?